ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ വീണ്ടും ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പോവാണ്. യുദ്ധം വേറെ എങ്ങോട്ടും അല്ല, ഇന്നത്തെ യുദ്ധം പാകിസ്ഥാനുമായിട്ടാണ് കേട്ടോ. ഒരു ചെറിയ യുദ്ധത്തിന് ഇറങ്ങുന്നതാണ്. അവരെ ചിക്കൻ കറി ഒന്നും കോപ്പി അടിച്ച് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാകിസ്ഥാനി ചിക്കൻ കറിയാണ്. പാകിസ്ഥാനി ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ചിക്കൻ കറി വേറെ എവിടെയും കിട്ടില്ല. കാരണം അത്രയും ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് തന്നെ പാകിസ്ഥാനി ചിക്കൻ കറിയിൽ കേട്ടിട്ടേനും ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് പറയും അവരുടെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്, നമ്മളെ ചിക്കൻ കറി പോലെയൊന്നും അല്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരിക്കൽ എന്നെ ആ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും, ഞാൻ നോക്കട്ടെ അവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഞാൻ പോയപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് നോട്ടീസ് ചെയ്ത കാര്യം ചിക്കൻ വേറെ നെയ്യ് വേറെ. അതായത് ആ കറിയിൽ കംപ്ലീറ്റ് നെയ്യാണുള്ളത്, എന്നാൽ ഭയങ്കര മസാല പിടിച്ചൊരു കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു വറ്റിച്ചെടുത്തൊരു സാധനം അത്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മൈൽഡ് പുളിപ്പുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഓവറായിട്ടുള്ള ആ ഒരു തക്കാളിൻ്റെ ഇതൊന്നും നമുക്കതിൽ കാണാൻ പറ്റില്ല. ഒരു തക്കാളിൻ്റെ പീസ് പോലും ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മൈൽഡ് പുളിപ്പ്, അതുപോലെ തന്നെ ആ ഒരു സ്മെല്ല്, അവരത് കൊണ്ടാച്ചപ്പോൾ ഉള്ള ഒരു സ്മെല്ല്, അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്രയും ഫ്ലേവർഫുൾ ആയിട്ടാണ്. ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക, പിന്നെ നമുക്ക് എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളൊരു എന്താ പറയുക ടെൻഡൻസി വരും. ഞാൻ ഇതുപോലെ പറഞ്ഞു കേട്ട അറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി കഴിച്ചപ്പോഴാണ് ഇതെന്തുകൊണ്ട് ഇത് ഇടയ്ക്കിടെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ചിക്കൻ കറി, എന്തായാലും ചിക്കൻ കറി നമ്മൾ വെക്കുന്നുണ്ട്, ഒന്ന് പാകിസ്ഥാനി സ്റ്റൈൽ പിടിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് പാകിസ്ഥാനി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള 3 കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഓയിലോ ഒന്നുമല്ല, നമ്മുടെ പശു നെയ്യ്, അതാണ് അവരെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇടുന്നത്. പിന്നെ തക്കാളി എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ തക്കാളി. പിന്നെ നമ്മൾ ഈ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഒക്കെ ഇടുന്നില്ലേ, അതിന് പകരം അവരൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഇടുന്നത്, അതാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നല്ല സ്മെല്ല് വരുന്നത്. ആ കസൂരി മേത്തിൻ്റെ മണമാണ് കേട്ടോ അത്. പിന്നെ മേലിലൊന്ന് ഗാർണിഷ് ചെയ്യാം ഫ്രഷ് ക്രീം. ഇതിൻ്റെ കൂടെ നമ്മൾ യൂഷ്വൽ ചിക്കൻ കറി വെക്കുന്ന പോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആ വക സാധനങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ ആ ചിക്കൻ കറിയിൽ നോട്ടീസ് ചെയ്തത്, നമ്മൾ സാധാരണ കറി വെക്കുമ്പോൾ ഒന്നിക്ക് വെള്ളം പോലെ വെക്കും, അല്ലെങ്കിൽ ടൈറ്റായിട്ട് വെക്കും. നമ്മൾ ഏതാണോ ഭക്ഷണം കഴിക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ ചോറാണെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, കുറച്ചൊരു കറി ടൈപ്പ് വേണം. നേരെ മറിച്ച് ചപ്പാത്തിയോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും റൊട്ടി പോലത്തെ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ നല്ലോണം ടൈറ്റ് ഗ്രേവി ആക്കിയിട്ടാണ് ചെയ്യുക. പക്ഷേ ഇവരെ കറീൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചോറായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ഏത് ഫുഡ് ഐറ്റംസിനും ഒരുപോലെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം, ഞാൻ പറയുന്നത് പോലെ തന്നെ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മളൊരു പാൻ വെച്ച് കുറച്ച് നെയ്യ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടതാണ് കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ ഈ നെയ്യിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കും. ഒന്നിത് മൂത്ത് വന്നതെന്ന് കണ്ടാൽ നമ്മുടെ അതിലേക്ക് കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കും. ഞാൻ ഓരോ പീസ് ചിക്കനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിപ്പിച്ചെടുക്കണം. ഇങ്ങനെ അടച്ച് വെച്ച് വേവിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ഭാഗം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇതിനെ മിക്സ് ചെയ്യണം. ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞാൽ മതി, കാരണം ഇതിൽ മസാലയിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും കാണില്ല. അതിൻ്റെ മേലിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയത്തേക്ക് അടച്ച് വെച്ച് വേവിപ്പിച്ചെടുക്കും. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായിട്ട് വരും. ചിക്കൻ ഹാഫ് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയും പച്ചമുളക്, നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും പൊടിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ വീണ്ടും നമ്മളൊരു ഫുൾ കുക്കായി എന്ന് കണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചിക്കൻ പീസും ഞെക്കി വെക്കും, ഇതായോ ഇല്ലയോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ മസാല ഒന്ന് പിടിച്ച് വരുന്നത് വരെ, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വീണ്ടും നമ്മൾ അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് തക്കാളി ഇട്ട് കുറച്ചുകൂടി പുളിപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തൈര് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈര് 1 സ്പൂൺ അങ്ങനെയൊക്കെ മതി, നിങ്ങൾക്ക് പുളിപ്പിന് ആവശ്യം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് തൈര് ഇട്ട് മിക്സ് ചെയ്ത് ഇതിങ്ങനെ തിളച്ച് പൊങ്ങുന്നതല്ല. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട്, എൻ്റെ കസൂരി മേത്തി എന്ന് പറയുന്നത് ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് പോലെ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ മേലയിൽ ഇട്ടോട്ട് വീണ്ടും അതിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത്, പിന്നീട് അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുക്കിംഗ് ക്രീം, ഇതും ഇതിലൊരു ക്രീമി ടെക്സ്ചർ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. കുറച്ച് കുക്കിംഗ് ക്രീം ഇട്ട് അതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാകിസ്ഥാനി ചിക്കൻ കറി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കഴിക്കാനൊരു കൊതി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അതിനനുസരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നതാണ്. എല്ലാ ഫുഡ് ഐറ്റംസിനും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. ഞാനിത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കുക്കിംഗ് ക്രീം ഇട്ടത് കേട്ടോ. ഇത് മസ്റ്റ് അല്ല. താങ്ക് യു.